നിങ്ങളെ പോലെ തന്നെ ഞാനും ഈ ന്യൂസ് കേട്ട് കിളി പാറിയിരിക്കുകയാണ്. വെറും 13 വയസ്സുകാരിയാണ് അപ്പൂപ്പനെ തട്ടിയിരിക്കുന്നത്, അതും കൂട്ടുകാരുടെ സഹായത്തോടു കൂടി. വെൽ പ്ലാൻഡ് കൊലപാതകം. ഇനി സംഭവം എന്താണ് ഏതാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പൊ കേസിന്റെ കാര്യം എത്തി നിൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയുക. വെൽ പ്ലാൻ ചെയ്തിട്ട് 13കാരിയും അവരുടെ 3 സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിൽ 6 പവനോളമുള്ള സ്വർണ്ണമുണ്ട്, അത് എടുക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ട്, സ്വന്തം വീടാണ്, അതാണ് ഇവിടെ ഹൈലൈറ്റ്. ഈ വയസ്സായ ആളെനെ ആദ്യം വീട്ടിൽ കയറിയിട്ട് ഡൈനിങ് ടേബിളിൽ തല ഇടിപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് മരണം ഉറപ്പ് വരുത്തണം എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ തുണി കെട്ടി മുറുക്കി മരണം ഉറപ്പുവരുത്തി. ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാരണം എന്ന് പറയുമ്പോൾ ഈ അപ്പൂപ്പൻ ഇവളെ ബാഡ് ടച്ച് ചെയ്തു എന്നാണ് ഇപ്പൊ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. എന്റെ മാത്രം സംശയമാണ്, ഈ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിന് വീട്ടിൽ കയറി മോഷ്ടിക്കേണ്ട ആവശ്യം? പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഐഫോണും ബൈക്കും വാങ്ങാനാണെന്നുള്ളത്. ഒരാളെ കൊല്ലാൻ വരെ ധൈര്യമുള്ള ഒരാൾക്ക് ബാഡ് ടച്ച് ചെയ്ത ആളെനെ സമൂഹത്തിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനാണ് അത്ര ബുദ്ധിമുട്ട്. ഈ 13 വയസ്സെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയൊന്നും വേണ്ട, നല്ല രീതിയിൽ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കേസ് സ്റ്റഡി ചെയ്തപ്പോ എനിക്കതാണ് മനസ്സിലായത്. അതും പോട്ടെ, സ്വന്തം അച്ഛന്റെ പേരിലടക്കം ഈ കേസ് കെട്ടിവെക്കാനാണ് ഇവരിപ്പോ നോക്കുന്നത്. ആദ്യം നമുക്ക് ഇവരുടെ അയൽവാസി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. രാവിലെ ഇവിടുത്തെ ഇദ്ദേഹത്തിന്റെ കൊച്ചുമകള് എൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അങ്കിളെ പിന്നെ വലിയ മുത്തച്ഛൻ അപ്പൂപ്പൻ റൂം തുറക്കുന്നില്ല, അങ്ങോട്ടൊന്ന് എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു ചോദിച്ചു. പറഞ്ഞിങ്ങനെ പ്രഗ്നൻസി ആയിരുന്നു ആ കുട്ടി, അതെനിക്കറിയായിരുന്നു. അപ്പോൾ അവരവിടെ പോയിരിക്കുകയാണ്, ഹോസ്പിറ്റലാണ്. അപ്പം വിളിച്ചിട്ട് അത് തുറക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോള് പൊക്കോളൂ, ഞാൻ അങ്ങോട്ട് പുറകോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം കുട്ടി പോകുന്നതിൻ്റെ പുറകെ ഞാൻ വന്നിരുന്നു. അപ്പോൾ വന്ന് കഥയിൽ തട്ടി നോക്കി, ഫ്രണ്ടോട്ട് അപ്പം മേലെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ സൈഡിലൊരു ഡോറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡ് ഡോർ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അതൊരു ചെറിയ ഗ്രില്ലുകളാണത്. അപ്പോൾ ആ ഗ്രില്ലിനകത്തൂടെ കൈയിട്ടിട്ട് തുറക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. ഈ കുട്ടിയാണ് കൈയിട്ടത്. അപ്പോൾ ഈ തൊട്ടപ്പുറത്ത് അവർക്ക് വേണ്ടി വീട് വെക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു നമ്മുടെ ഒരു അതിഥി തൊഴിലാളി പുള്ളി പണിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഗ്രില്ല് ചുറ്റിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് കൈയിട്ട് തുറന്നപ്പം അകത്തെല്ലാം മുളക് പൊടി ഇങ്ങനെ വെതറിയിരിക്കുക. അപ്പം ആ കുട്ടീനോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ എല്ലാം ചോരയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് ചോരയാണോ എന്ന് നോക്കി അങ്ങോട്ട് നോക്കി ചെല്ലുമ്പം ആ ഡൈനിങ് ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇദ്ദേഹത്തെ കയ്യും കാലും ഒക്കെ കെട്ടി പെടലിയൊക്കെ വരിഞ്ഞ് മുറുക്കി തുടയെല്ലാം കെട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പം ഒരു കൊലപാതക ആണെന്നുള്ളത് കാര്യം മനസ്സിലായി. അപ്പം കുട്ടി അത് അപ്പൂപ്പനാണെന്ന് പറയുകയും ചെയ്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കുട്ടി കരയുകയും ചെയ്തു. വെളിയിലേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞാനും നമ്മുടെ തൊഴിലാളിയും കൂടെ വെളിയിറങ്ങി. ഞാൻ എസ് ഐ അവിടെ ചെന്ന് നമ്മുടെ ശ്യാം സാറിനെ വിളിച്ചു. എസ് ഐ വേറെ അതിന്റെ പ്രത്യേകിച്ച് തെളിവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതിനോടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടത് ഇതൊരു കൊലപാതക ശ്രമമാണെന്ന്. ശ്രമമല്ല, ആളെ കൊന്നു, അത്ര തന്നെ. ഞാനതല്ല ആലോചിക്കണേ, ഇവരുടെ ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു ധൈര്യം ആലോചിക്കുകയാണ്. ഈ പ്രായത്തിൽ ഞാൻ കുറുക്കുറയും ലേസിനും വേണ്ടിയിട്ട് നടന്ന കാലം ഞാൻ ആലോചിക്കുമ്പോഴേ വെൽ ഡെവലപ്പായി, അത്രേ പറയാനുള്ളൂ. പക്ഷെ പോലീസുകാർ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുമ്പോൾ ഇവർ 4 പേരും ഒരേപോലെയുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് പോലീസ് ചോദിക്കുന്ന കാര്യങ്ങൾക്ക്. അതായത് വെൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരിക്കലും 2 or 4 ആൾക്കാർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കില്ല. ഇവിടെ 4 പേരും കൃത്യമായിട്ട് പഠിച്ച പോലെയാണ് മറുപടി കൊടുത്തതെന്നാണ് പോലീസുകാർ പറയുന്നത്. പെൺകുട്ടിക്ക് ഒരു ധൈര്യമുണ്ട്, പോലീസുകാരൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന കോടതി നിയമങ്ങളുമാണ് നമ്മുടെ. ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാ. ഒരു പെണ്ണ് വന്ന് തന്നെ തൊട്ടു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡ് കേസാക്കി എടുത്തിട്ട് ആ ചങ്ങായിനെ റിമാൻഡ് ചെയ്യും. 10 or 15 ദിവസം പോയി കിടക്കേണ്ടി വരും ജയിലിൽ. എന്നിട്ട് അതിന് കഴമ്പുണ്ടോ അല്ലെങ്കിൽ സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് അയാൾ പ്രതിയാണോ അതോ നിരപരാധിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അതാണ് നമ്മുടെ നിയമം. അല്ലാതെ പ്രൂഫിന്റെ ബേസിലൊന്നും അല്ല ഓരോ ആണുങ്ങളെയാണെങ്കിലും പിടിച്ചു കൊണ്ടുപോകുന്നത്. ആരോട് എന്ത് പറയാനാ? ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് അവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഈ ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിന്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പൈസയും സ്വർണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തുകയും മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ പൈസയും സ്വർണവും പിടിക്കപ്പെട്ടു എന്നായപ്പോ ഒരു പോയിന്റ് ആയി ബാഡ് ടച്ച്. അതൊരു ചോറുണ്ണുന്ന ഒരാൾക്ക് മനസ്സിലാവും. കാരണം അവള് കൃത്യമായിട്ട് അറിയുണ്ടാവും, അല്ലെങ്കിൽ നിയമം അറിയുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കുള്ളൂ നിയമം എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ നിയമങ്ങളാണ് ഇവിടെ ചില കാര്യങ്ങളിലൊക്കെ കുറ്റം. അതൊന്നും അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലത്തുള്ള കേസുകളും കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരാളുടെ മേലിൽ ഇതേപോലെ ചുമത്തപ്പെടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേഷന്റെ ഒരു സ്പേസ് ഉണ്ട്. അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും
ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം വിക്ടിം കാർഡ് ഇറക്കുക. ഞാൻ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ട് എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഒന്നും കിട്ടിയിട്ടില്ല. ചോദ്യം ചെയ്യുന്ന സമയത്ത് കുട്ടി കടന്ന് കരയുന്നത്രേ. ഇതൊന്നും കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു കൊടുക്കാതെ ഒരു 13 വയസ്സുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ ചാൻസ് ഇല്ല. ഈ സിനിമകളിലും കാര്യങ്ങളിലൊക്കെ എത്ര ഇൻഫർമേഷൻസ് കിട്ടും എന്നാലും വളരെ ചുരുക്കല്ലേ. ഒന്നാമത്തെ നുണപരിശോധന, രണ്ടാമത്തെ ഫോണിന്റെ കോൾസും ചാറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. സുഖമായിട്ട് കിട്ടും എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന്. ഇനി ഇയാൾ ബാഡ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെളിവും കിട്ടും. ഏത് സമയത്താണ് ബാഡ് ടച്ച് ചെയ്തെന്നുള്ളത് ആ സമയത്തുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവളുടെ ബോയ് ഫ്രണ്ടിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കിട്ടും തെളിവ്. 12 നിർഭയ കേസിന് ശേഷമാണ് 16-നും 18-നും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാർ ചെയ്യുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ കർശനമായ നിയമനിർമ്മാണം കൊണ്ടുവന്നത്. 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ, ഉദാഹരണത്തിന് കൊലപാതകം, കൂട്ടബലാത്സംഗം തുടങ്ങിയവ ചെയ്യുന്ന 16-നും 18-നും ഇടയിൽ പ്രായമുള്ളവരെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ ചെയ്യാമെന്ന് നിയമം പറയുന്നുണ്ട്. എന്നാൽ അതിനൊട്ടേറെ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രാഥമിക അന്വേഷണം നടത്തി ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ മാത്രമായിരിക്കും സാധാരണ വിചാരണ. കുറ്റകൃത്യം ചെയ്യുമ്പോൾ കുട്ടിക്ക് അതിനുള്ള മാനസികവും ശാരീരികവുമായ പ്രാപ്തി ഉണ്ടായിരുന്നു എന്ന് തെളിയണം. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടണം. സൈക്കോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു വിദഗ്ധരുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ ബോർഡിന് തേടാവുന്നതാണെന്നും നിയമം പറയുന്നുണ്ട്. അങ്ങനെ കൗമാരക്കാരുടെ വിചാരണ സാധാരണ പോലെ നടത്തിയാലും അവർക്ക് വധശിക്ഷയോ പരോളില്ലാത്ത ജീവപര്യന്ത തടവോ വിധിക്കാൻ പാടില്ല. ശിക്ഷിക്കപ്പെട്ടാലും 21 വയസ്സ് തികയുന്നതുവരെ സാധാരണ ജയിലിൽ മുതിർന്ന തടവുകാർക്കൊപ്പം പാർപ്പിക്കുകയുമില്ല. 16 മുതൽ 18 വരെയുള്ള പ്രായപരിധിയിലുള്ള എല്ലാ കുട്ടികളെയും ഒറ്റയടിക്ക് മുതിർന്നവരായി കാണുകയല്ല നിയമം ചെയ്യുന്നത്. കുറ്റകൃത്യത്തിന്റെ കാഠിന്യവും കുട്ടിയുടെ മാനസികാവസ്ഥയും കൃത്യമായ ശാസ്ത്രീയ നിയമ പരിശോധനകൾക്ക് വിധേയമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് വരെ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഇതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയണം. ഇനി ബാഡ് ടച്ച് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും തെളിയണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ ഇതൊരു വിക്ടിം കാർഡ് ഇറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. തീർച്ചയായിട്ടും അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം.